ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മാർച്ച് മാസം 30 മുതൽ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും ദുഃഖ ദുരിതങ്ങളും എല്ലാവിധ പ്രയാസങ്ങളും വിട്ടൊഴിഞ്ഞ് ജീവിതത്തിൽ നല്ല ഐശ്വര്യങ്ങൾ, സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉയർച്ച, ജീവിത നേട്ടങ്ങൾ, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു 5 രാശിക്കാരെ പറ്റിയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ 2025 മാർച്ച് 30 മുതൽ വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങൾ, നന്മകളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഇവിടെ പറയുന്ന ഈ 5 രാശികളിൽ ജനിച്ച ആ ഒരു നക്ഷത്രത്തിലുള്ള വ്യക്തികൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു രാശിയിലുള്ള നക്ഷത്രങ്ങളിൽ തന്നെ, അതിലും ഒരേ നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യർ ജനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളിവിടെ പറയുന്നത് ഓരോ സമയത്തും കാലത്തിനും അനുസരിച്ച് ആ രാശിയിൽ വരുന്ന ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ആ രാശിക്ക് ലഭിക്കുന്ന ഏറ്റവും ഗുണഫലങ്ങളെ പറ്റിയാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ രാശിയിൽ ഗുണഫലങ്ങൾ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ രാശിയിൽ ജനിക്കുന്ന ആ ഒരു നക്ഷത്രത്തിലൊക്കെ ഒരുപാട് മനുഷ്യരുള്ളതാണ്. ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ആ ദശാകാലഘട്ടങ്ങൾ നിങ്ങളെ വളരെയധികം സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും വെറുതെ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ജാതകവശാൽ ഇപ്പോൾ നടക്കുന്ന ദശാകാലഘട്ടം അതൊരു ശുഭഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് വന്നു ചേരും. ഒരു പാപഗ്രഹത്തിൻ്റെ ദശാകാലഘട്ടമാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളിൽ വളരെയധികം കുറവുകളുണ്ടാകും. അതുകൂടെ പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരു രാശിഫലത്തിൽ നമ്മൾ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ പറയുമ്പോഴും ആ രാശിയിലുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ആ ഗുണഫലങ്ങൾ ലഭിക്കാതെ ആ ഗുണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം, കാലം ഈ 5 രാശിക്കാർക്ക് മാർച്ച് 30 മുതൽ ആരംഭിക്കുകയാണ്. അത്രമേൽ സൗഭാഗ്യങ്ങൾ, ധനത്തിൻ്റെ, പണത്തിൻ്റെ വരവൊക്കെ ഉണ്ടാകും. ഏതായാലും നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം ഈ കാലഘട്ടത്തിൽ പരിശോധിച്ച് മുന്നോട്ട് പോവുക. മാർച്ച് 30 മുതൽ സർവൈശ്വര്യങ്ങൾ ലഭിക്കുന്ന, ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന രാശികളിൽ ഒന്നാമത്തെ രാശിക്കാരാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർ. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് മാർച്ച് മാസം 30 മുതൽ. നിങ്ങളെ സംബന്ധിച്ച് കഷ്ടതകൾ എല്ലാം വിട്ടൊഴിഞ്ഞ് നിങ്ങൾക്കൊരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, ധനലാഭം വന്നു ചേരുന്ന കാലഘട്ടമാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ, എല്ലാവിധത്തിലുള്ള എതിർപ്പുകൾ, ശത്രുതകൾ, ഇതൊക്കെ വിട്ടൊഴിഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം അത്രമേലുള്ളൊരു സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇത്രയും നാളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കാതിരുന്ന ഒരു സുഖം, സന്തോഷം, സമാധാനം നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ ഒരു കാലഘട്ടങ്ങളിൽ പലർക്കും സാമ്പത്തികപരമായിട്ട് ഏറ്റവും വലിയ നേട്ടങ്ങൾ, ഉയർച്ചകളാണ് അനുഭവത്തിൽ വരിക. പലർക്കും സ്വന്തമായിട്ട് ഭൂമി വാങ്ങാൻ സാധിക്കുക, അതുപോലെ ഗൃഹനിർമ്മാണം നടത്തുവാൻ സാധിക്കുക, വണ്ടി വാഹന യോഗങ്ങൾ, ഇതൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച്. പൂർവിക വഴിയിൽ എന്തെങ്കിലും ഭൂമി, സ്വത്തൊക്കെ ലഭിക്കാനുള്ളവർക്കും അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മത്തിൽ കൂടെ നല്ല ധനവരവ്, പണലാഭം വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. ഈ ഒരു കാലഘട്ടം തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, അതുപോലെ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതിലൊക്കെ ഏറ്റവും ഉയർന്ന പൊസിഷനിലെത്തുക, അതുമൂലം നല്ല ധനവരവ്, നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരിക, ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ, നന്മകളാണ് തുലാം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി, പണം നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം വരും. ഒരുപാട് ശുഭ ചിലവുകൾ, മംഗളകരമായിട്ടുള്ള ചിലവുകൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയവും കൂടിയാണ്. പലരെയും സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയവും കൂടിയാണ് തുലാം രാശിക്കാർക്ക്. നിങ്ങളെ സംബന്ധിച്ച് പുതിയ തൊഴിൽ, പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക, അതുപോലെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കുക, അതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ്
തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരിക ഐശ്വര്യവും സമ്പത്തും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, നന്മകളാണ് തുലാം രാശിക്കാരെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു മാർച്ച് 30 മുതൽ മുന്നോട്ട് നിങ്ങളുടെ ആ സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികൾക്കും സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നതിയും അതിപരാശക്തിയായ അമ്മ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും വലിയ സാമ്പത്തിക അഭിവൃദ്ധി, ധനനേട്ടം, ധനലാഭം വന്നു ചേരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാർച്ച് 30 മുതലുള്ള കാലഘട്ടം എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ പോലും അതിനെയൊക്കെ മറികടക്കത്തക്ക രീതിയിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ധനലാഭം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് പണം വരുന്നത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല വഴികളിൽ, പല മേഖലകളിൽ കൂടെ ആയിരിക്കും. മറഞ്ഞിരിക്കുന്ന ധനം എന്ന് പറയുന്നത് പോലെയുള്ള ഒരവസ്ഥ. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളായിരിക്കും ഈ കാലഘട്ടത്തിൽ, അവരുടെ കൈകളിൽ നിന്നായിരിക്കും നിങ്ങളിലേക്ക് പണം ലഭിക്കുക. നിങ്ങളുടെ പലതരത്തിലുള്ള ആവശ്യങ്ങളും അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങളുമൊക്കെ മറികടക്കാൻ തക്ക തരത്തിലൊരു സഹായം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ പലർക്കും അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ കാലഘട്ടത്തിൽ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ 10 മടങ്ങ് ഇരട്ടി ധനലാഭം ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ട് ഐശ്വര്യം, അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് ധനലാഭം, പണലാഭം ലഭിക്കുന്ന ഒരു സമയം. അതുപോലെ ജീവിത പങ്കാളിയുടെ പൂർവിക വഴിയിൽ നിന്ന് നിങ്ങൾക്ക് ഭൂമി അതുപോലെയുള്ള സ്വത്തുവകകളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലം. അതായത് നിങ്ങളുടെ പങ്കാളിയിൽ, ജീവിത പങ്കാളിയിൽ കൂടെ നിങ്ങൾക്ക് അപ്രതീക്ഷിത ഭാഗ്യം, ധനലാഭം, നേട്ടം വരുന്ന ഒരു സമയവുമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ മറഞ്ഞിരിക്കുന്ന ധനം വന്നു ചേരുന്ന ഒരു സമയവും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ എന്ന് ഒറ്റ വാക്കിൽ പറയാം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഭാഗ്യം, ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് തുണയായിട്ടുണ്ടാകും. ഈ ഒരു കാലഘട്ടത്തിൽ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും അപ്രതീക്ഷിതമായി അവരവർ ചെയ്യുന്ന ജോലിയിൽ, അവരവരുടെ കർമ്മത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ച, നല്ല പദവി മാറ്റം, ഇടം മാറ്റം, സ്ഥാനമാറ്റം വന്നു ചേരുക, അതുമൂലം ധനവരവുണ്ടാവുക. അതുപോലെ തന്നെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ വിദേശ ജോലി അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുക, പ്രതീക്ഷിക്കുന്നതിലും നല്ല ശമ്പളം, നല്ല ഒരു സമ്പത്ത്, ഒരു പണം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവം വന്നു ചേരുക. ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നേർവിപരീതമായിട്ടുള്ള ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളാണ്. പ്രത്യേകിച്ചും ഇവിടെ പറയുന്ന സാമ്പത്തിക ഉയർച്ച, ധനലാഭത്തെ പറ്റിയാണ്. എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും ദുഃഖ ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞ് ജീവിതത്തിൽ ഒരു സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വന്നു ചേരും. അപ്രതീക്ഷിത ഭാഗ്യാനുഭവം നിങ്ങൾക്ക് പല രൂപത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതുപോലെ കർക്കിടകം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ മംഗല്യഭാഗ്യം ലഭിക്കുക. ആ ഒരു വിവാഹത്തിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. ഒരു ജീവിത പങ്കാളി വന്നു ചേരുന്നതോടുകൂടി ജീവിതത്തിൻ്റെ നിലവാരം ഉയരുക, ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്നു ചേരുക. അങ്ങനെ വിവാഹത്തിൽ കൂടെയും ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച്. ഈ ഒരു സമയത്തെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളിലേക്ക് പണം ധാരാളമായി വന്നു ചേരും. ജീവിതത്തിൽ ഒരുപാട് ശുഭചിലവുകൾ, നന്മകൾ ലഭിക്കുന്ന കാലഘട്ടമാണ് കർക്കിടകം രാശിക്കാർക്ക്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയെയും നിഷ്പ്രയാസം മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങളാൽ സാധിക്കും. കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാർച്ച് മാസം 30-ാം തീയതി മുതൽ സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയുടെ കാലം ആരംഭിക്കുവാൻ പോവുകയാണ്. മാർച്ച് മാസം 30 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായിട്ടുള്ള ഭാഗ്യം, ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന സർവാഭീഷ്ടമായ കാലത്തിൻ്റെ ആരംഭമാണ്. സർവാഭീഷ്ടമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിക്കുന്ന ഒരു സമയം. ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു നല്ലൊരു ജോലി വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് പരിശ്രമിച്ചാൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു ജോലി ലഭിക്കുക. അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ വിദേശ ജോലി ഭാഗ്യം വന്നു ചേരുന്ന സമയം. അതുപോലെ തന്നെ പുതിയൊരു ബിസിനസ്, ഒരു തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കണം എന്ന് കരുതുന്നവർക്ക് അതിന് ഉത്തമമായ കാലഘട്ടം. നല്ല തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുക. അതിൽ കൂടെ ധാരാളം ധനനേട്ടം, ലാഭം വന്നു ചേരുക. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങൾ നടത്തുക, അതുമൂലം ലാഭം വന്നു ചേരുന്ന സമയം. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലം മുന്നോട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഭൂമി വാങ്ങുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹമുള്ളവർക്ക് കാലാകാലങ്ങളായിട്ടുള്ള സ്വപ്നം, ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ള സമയം. ആഗ്രഹിച്ച വണ്ടി വാഹനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാകുന്ന ഒരു കാലം. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചവരാണ്. 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ്, കടം വാങ്ങി വരെ ചിലവഴിക്കേണ്ട അവസ്ഥ പലർക്കും വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ അകപ്പെട്ടവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വരിക, ആ വരുന്ന പണം നിങ്ങൾക്കൊരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈശ്വരാനുഗ്രഹം. ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഒരു ധനസമ്പാദനം, ഒരു സമ്പാദ്യം വന്നു ചേരുന്ന ഒരു നല്ല കാലഘട്ടമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യമാണ് ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ നിങ്ങൾക്ക് വളരെ വലിയ ഉയർച്ചകൾ, നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടവുമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യം അത്രമേൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം എന്ന് തന്നെ നമുക്ക് പറയാം. മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങൾക്കനുസരിച്ചും മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു കാര്യവിജയം നിങ്ങളിലേക്ക് വന്നു ചേരും. നാനാ വഴികളിൽ കൂടെയും നിങ്ങളുടെ കൈകളിലേക്ക് ഒരു പണം, ധനവരവ് വരുന്ന സമയമാണ്. അതുകൊണ്ട് പണത്തിനെ പാഴാക്കി കളയാതെ അത് നല്ല രീതിയിൽ ഒരു സമ്പാദ്യമായിട്ട്, ഒരു സേവിങ്സായിട്ട് മാറ്റുക. അതുപോലെ ധാരാളം ശുഭച്ചിലവുകൾ ഇടവം രാശിക്കാർക്ക് വന്നു ചേരും. ശുഭച്ചിലവുകളിൽ വരുന്ന കാര്യമാണ് ഭൂമി വാങ്ങുക, ഗൃഹം നിർമ്മിക്കുക എന്നുള്ളത്. അതുപോലെ മംഗളകരമായിട്ടുള്ള, ശുഭകരമായിട്ടുള്ള വിവാഹം, മംഗല്യഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. വിദേശ ജോലി, വിദേശവാസം ഒക്കെ അനുഭവത്തിൽ വരും. അങ്ങനെയുള്ള ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ കാലാകാലങ്ങളായി നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയം എന്ന് തന്നെ ഈ കാലത്തിനെ നമുക്ക് പറയാം. അത്രമേൽ ഈശ്വരാനുഗ്രഹമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവിച്ചു വന്ന എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾക്കും പരിഹാരമായിട്ട് ഈശ്വരൻ നൽകുന്ന അത്രമേൽ ഐശ്വര്യപൂർണമായ ഒരു കാലം, ഒരു സമയമാണ്. ഇതിനെ ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും മാർച്ച് മാസം 30 മുതൽ ധനവരവ്, ധനലാഭം, സർവൈശ്വര്യങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്ന, സമ്പൽ സമൃദ്ധി ലഭിക്കുന്ന, ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന ഒരു കാലം ആരംഭിക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ആ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്ന ഒരു കാലം ആരംഭിക്കുന്നു. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളോ കടബാധ്യതകളോ എന്നുമായിക്കൊള്ളട്ടെ, അതിനെയൊക്കെ നിഷ്പ്രയാസം മറികടക്കത്തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് മാർച്ച് 30 മുതൽ ആരംഭിക്കുവാൻ പോകുന്നത്.
നിങ്ങളെ സംബന്ധിച്ച് ധനം നിങ്ങൾക്ക് അത്രമേൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. നാനാ വഴികളിൽ കൂടെയും ഒരു പണവരവ്, ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരും. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വഴിയിൽ എങ്ങനെയാണ് പണം കൈകളിലേക്ക് വന്നു ചേരുന്നതെന്ന് ആർക്കും നിർവചിക്കാൻ സാധിക്കില്ല. ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അത്രമേൽ നിങ്ങൾക്ക് മാർച്ച് മാസം 30 മുതൽ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ പൂർണ്ണത ലഭിക്കുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളാൽ നടത്താൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പണത്തിൻ്റെ പോരായ്മ കൊണ്ട് നിങ്ങൾ അനുഭവിച്ച അപമാനങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് നേരിട്ട മനോവിഷമങ്ങൾ, മനക്ലേശങ്ങൾ, ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറും. നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരുന്നവർ, അല്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തഴഞ്ഞിരുന്നവർ പോലും നിങ്ങളെ മാനിക്കത്തക്ക തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. സമ്പത്ത് വന്നു ചേരുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിത ഉയർച്ചയും ഉണ്ടാകും, അതുപോലെ ജീവിത നിലവാരത്തിനും മാറ്റമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മളെ തള്ളിപ്പറഞ്ഞവരൊക്കെ നമ്മളെ മാനിക്കുന്ന, നമ്മുടെ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു നല്ല കാലം, ഒരു നല്ല കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ചും വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലൊക്കെ നിങ്ങൾ നേരിട്ടിരുന്ന പലതരത്തിലുള്ള അവഗണനകളും അപമാനങ്ങളും ഒക്കെ വിട്ടുമാറി നിങ്ങളെ അപമാനിച്ചവരുടെ മുൻപിൽ തന്നെ തല ഉയർത്തി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല സമയം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സന്തോഷം, സമാധാനം, സുഖം ലഭിക്കും. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം. മകരം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും മാർച്ച് 30 മുതൽ മുന്നോട്ടുള്ള കാലഘട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭവനത്തിനുള്ള, വീടിനുള്ള യോഗം വന്നു ചേരും. സ്ഥലം, ഭൂമിക്കുള്ള യോഗം വന്നു ചേരും. അതുപോലെ കുടുംബത്തിൽ മംഗളകരമായ വിവാഹം, ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുവാൻ നിങ്ങളാൽ സാധിക്കും. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു മതിപ്പ് ലഭിക്കുന്ന ഒരു കാലമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും മകരം രാശിക്കാരെ സംബന്ധിച്ച് അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ പ്രയത്നിക്കുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് 100% ഫലം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കർമ്മത്തിന് അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വന്നു ചേരുന്ന സമയവും. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഒരു ചെറിയ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒരു വലിയ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലുമൊക്കെ നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരും. കർമ്മം മൂലവും ധാരാളം പണം, ധാരാളം ധനവരവ് വന്നു ചേരുന്ന ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു മുന്നേറ്റ കാലഘട്ടം, മുന്നേറ്റ സമയമെന്ന് പറയാം. നിങ്ങളുടെ മനസ്സിന് സന്തോഷം, സമാധാനം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിലാണ് ഓരോ മാറ്റങ്ങളും മാർച്ച് 30 ശേഷം അനുഭവത്തിൽ വരുന്നത്. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ജനിച്ച ഓരോ സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓരോരുത്തരും അനുഭവിച്ചു വരുന്നത് പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെയുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നങ്ങൾ തന്നെയാണെങ്കിലും അതിനൊക്കെ പൂർണ്ണമായിട്ട് മാറ്റമുണ്ടാകും. മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ആരോഗ്യവും ഒരു സന്തോഷവും സമാധാനവും തൃപ്തിയുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഐശ്വര്യം, സമ്പത്ത് മകരം രാശിക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. മകരം രാശിയിൽ ജനിച്ച ഓരോ വ്യക്തികളും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടി ഈ കാലഘട്ടത്തിൽ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാർച്ച് 30 മുതൽ സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ധാരാളമായിട്ടുള്ള ഒരു സാമ്പത്തിക ഉയർച്ച, പണവരവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. മാനസികവുമായിട്ടും ശാരീരികവുമായിട്ടും ഒരു സംതൃപ്തി, ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലം എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സന്തോഷം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് വളരെ മംഗളകരമായി മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ്. ആദ്യമായിട്ട്
ശരീരത്തിന് ഒരാരോഗ്യമുണ്ടാകണം. ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെയും മനസ്സിനെയും ഒക്കെ നല്ല രീതിയിൽ ബാധിക്കും. ആരോഗ്യമുള്ള ശരീരം, അതുപോലെ തന്നെ ജീവിതത്തിൽ അവരവർ ചെയ്യുന്ന കർമ്മം, ജോലി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ആ കർമ്മത്തിൽ കൂടെ നല്ലൊരു വരുമാനം ഉണ്ടാവുക, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതം, അതുപോലെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുള്ള പെരുമാറ്റം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ സന്തോഷത്തിന് അടിസ്ഥാനമാകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കടബാധ്യതകൾ വിട്ടൊഴിയുക, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുക എന്നതൊക്കെ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളുമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിന് തന്നെ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സൊന്ന് തെളിയുന്ന, ഒന്ന് സന്തോഷിക്കുന്ന ഒരു സമയമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ പൂർണ്ണമായി നിങ്ങൾക്ക് വിട്ടുമാറും. അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉന്നതി, ഉയർച്ച വന്നു ചേരും. പണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കടബാധ്യതകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ മനസ്സ് ഉടഞ്ഞ് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാകും. എത്ര വലിയ കടബാധ്യതകളും സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കൈകളിലേക്കും പണം വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം, ഭാഗ്യമൊക്കെ ധാരാളമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം. അത്രമേൽ ഈശ്വരാനുഗ്രഹമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ സ്വന്തമായിട്ട് ഒരു ഭൂമിയുണ്ട്, അത് വിറ്റ് കുറച്ച് നാളുകളായിട്ട് ആ ഭൂമി വിൽക്കണം. അതുപോലെ അത് വിറ്റ് ലഭിക്കുന്ന പണം കൊണ്ട് കടബാധ്യതകൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു ഭൂമി വിൽക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച് അതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ അനുഭവിച്ച വൃശ്ചികം രാശിയിൽപ്പെട്ട പല വ്യക്തികളുമുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് മാർച്ച് 30 ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഭൂമി വിൽക്കുവാനും അതുമൂലം നല്ല ഒരു ധനവരവ് കൈകളിലേക്ക് വന്ന് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിച്ച് നിങ്ങളുടെ ജീവിതം അവരവരുടെ കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് പോകുവാനും സാധിക്കും. അതുപോലെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഭൂമി ഇല്ലാത്തവർക്ക്, ഒരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങുവാനുള്ള യോഗമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിനുള്ള യോഗവും ലഭിക്കുന്ന ഒരു സമയമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സന്തോഷം, സമാധാനം ലഭിക്കുന്ന സമയം. അവരവരുടെ കർമ്മം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ, നന്മകൾ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ വൃശ്ചികം രാശിയിൽപ്പെട്ട പലർക്കും സ്വന്തം സന്താനങ്ങളെ കൊണ്ട്, വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ, കുട്ടികളെ കൊണ്ട് വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ, നന്മകളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുള്ള സമയവുമാണ്. അതുപോലെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയവും. എല്ലാം കൊണ്ടും വൃശ്ചികം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ധനവരവ്, ഭാഗ്യാനുഭവം വന്നു ചേരും. സമ്പത്ത്, പണം നിങ്ങളുടെ കൈകളിലേക്ക് വരികയും നിങ്ങൾക്ക് അതൊരു സമ്പാദ്യമാക്കി മാറ്റാൻ, അവരവരുടെ ചിലവുകൾ കഴിഞ്ഞ് കൈകളിലേക്ക് വരുന്ന പണം നല്ല രീതിയിലൊരു സമ്പാദ്യമാക്കി മാറ്റാനുള്ള ഒരവസരവും ഈശ്വരൻ നിങ്ങൾക്ക് തരും. എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് ഒരു സാമ്പത്തിക സ്ഥിരതയുള്ള, അങ്ങനെ ഒരു അടിത്തറയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. എല്ലാവിധത്തിലുള്ള നന്മകളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാർച്ച് 30 മുതൽ ധനധാന്യ സമ്പൽ സമൃദ്ധി, ധാരാളം സമ്പത്ത്, ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.